ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോമൺ കിച്ചൻ ടിപ്സ്. ഇന്ന് നമ്മളിവിടെ ഇഡലിയാണ് ചെയ്യാൻ പോകുന്നത് കാപ്പിക്ക്. അപ്പം നമുക്കൊരു ഇഡലിക്ക് കറിയായിട്ട് നമുക്ക് കടലക്കറി ചെയ്ത് നോക്കിയാലോ. വറുത്തരച്ച കടലക്കറി നല്ല കോമ്പിനേഷനാണ്, ഇഡലിയും കടലക്കറിയും. അപ്പം നമുക്കതെങ്ങനെ ചെയ്യുന്നത് നോക്കാം. നമുക്ക് ആദ്യം ഇഡലി ചുട്ട് എടുക്കാം. നമ്മളിവിടെ ചേർത്തിരിക്കുന്നത് മാവ് 3/4 ഭാഗം ഡൊപ്പിയരിയും അതിൻ്റെ 1/4 ഭാഗം പച്ചരിയും മൊത്തത്തിലുള്ള അരിയുടെ 1/4 ഭാഗം ഉഴുന്നും ചേർത്താണ് നമ്മൾ അരച്ചിരിക്കുന്നത്. നമുക്ക് ഇഡലി പെട്ടെന്ന് തന്നെ ചുട്ടെടുക്കാം. നമ്മൾ ആദ്യം തന്നെ എണ്ണ പുരട്ടി ഒന്ന് ആവി കൊള്ളിച്ച ശേഷം നമ്മൾ ഇഡലി ഒഴിക്കുകയാണെങ്കിൽ ഇഡലി പാത്രത്തിൽ അധികം ഒട്ടിപ്പിടിക്കില്ല. ഇതിനു മുമ്പ് അത് പറഞ്ഞിട്ടുണ്ട്. നമുക്കപ്പം പെട്ടെന്ന് തന്നെ ഇഡലി ചുട്ടെടുക്കാം. എന്നിട്ട് നമുക്ക് കടലക്കറി തയ്യാറാക്കാം. ഇഡലി നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി കടലക്കറിക്ക് തേങ്ങ വറുത്തരയ്ക്കണം. കുറച്ച് മല്ലിപ്പൊടി, മുളക് പൊടി എല്ലാം ചേർത്ത് വറുത്തെടുക്കാം. ചെറിയ ഉള്ളി കുറച്ചേ ചേർത്തിട്ടുള്ളൂ, വലിയ ഉള്ളിയാണ് ഇപ്പോൾ ചേർത്തിരിക്കുന്നത്. പക്ഷെ ചെറിയ ഉള്ളി ധാരാളം ചേർത്താൽ കടലക്കറിക്ക് നല്ലതായിരിക്കും. നമുക്ക് തേങ്ങ വറുത്തരച്ചെടുക്കാം. ഇപ്പോൾ കുക്കറിൽ കടലയും കുറച്ച് സവാളയും ചേർത്താണ് വേവിച്ചെടുത്തിരിക്കുന്നത്. കടല ഒരു വിസിൽ കയറ്റിയതിന് ശേഷം 10-20 മിനിറ്റ് നമ്മൾ സിമ്മിൽ വെച്ചതിന് ശേഷം വേണം നമുക്ക് തുറന്ന് കുറച്ച് ഉപ്പിട്ട് നല്ല വെന്തതിന് ശേഷം അരപ്പ് ചേർത്താൽ മതിയാവും. അരപ്പ് ചേർത്ത് കുറച്ചും കൂടെ നല്ലപോലെ കുറുകി വറ്റണം. ചെറിയ ഉള്ളി വഴറ്റി വെച്ചിട്ടുണ്ട്, അതും ചേർത്ത് കടുകും താളിക്കാം. നല്ല മണവുമുണ്ട്. നമുക്കിതിനകത്ത് മല്ലിയും മുളകും ഒക്കെ തേങ്ങയുടെ കൂടെ വറുത്ത് ചേർത്തിരിക്കുകയാണ്. മല്ലി ഏറെ ചേർക്കണം, അപ്പോഴാണ് കടലയ്ക്ക് നല്ല ടേസ്റ്റ് വരുന്നത്. പിന്നെ ചിലവർ തേങ്ങാക്കൊത്തും വേണമെങ്കിൽ ചേർക്കാം. കടുക് താളിച്ചോട് ചേർത്ത് നമ്മളൊരു 8 മണിക്കൂർ കുതിർത്ത കടലയാണ് വേവിച്ചെടുത്തത്. ആദ്യം വേവിക്കുമ്പോൾ നമ്മൾ ഉപ്പിടേണ്ട ആവശ്യമില്ല. പിന്നെ നമുക്ക് അരപ്പ് ചേർക്കാൻ നേരത്ത് മുമ്പായിട്ട് ഉപ്പ് ചേർത്താൽ മതിയാവും. നമ്മുടെ കടലക്കറി റെഡിയായിട്ടുണ്ട്. നല്ല മല്ലിയുടെയും മുളകിൻ്റെ ഒക്കെ നല്ല മണമുണ്ട്. തേങ്ങ വറുത്തരച്ചതിൻ്റെയും നല്ലൊരു പ്രത്യേക ടേസ്റ്റുണ്ട്. നമുക്ക് നിങ്ങളിങ്ങനെ ഇഡലിക്ക് കടലക്കറി ചെയ്ത് നോക്കണം. ഇഡലിക്ക് നല്ലൊരു കോമ്പിനേഷനാണ് കടലക്കറി. നമ്മൾ ഇഡലിക്ക് പൊതുവെ സാമ്പാർ, ചമ്മന്തി, ഉള്ളിച്ചമ്മന്തിയൊക്കെയാണ് ചെയ്യുന്നത്. പക്ഷേ കടലക്കറി ഒരു പ്രത്യേകതയുണ്ട്. നിങ്ങളിങ്ങനെ ഒരു ദിവസം ചെയ്ത് നോക്കുക. കടലക്കറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. നമ്മളിപ്പോൾ തേങ്ങ വറുത്തരച്ചതാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ പച്ച തേങ്ങ അരച്ചും ചെയ്യാം. പിന്നെ കൂടുതൽ സവാള ചേർക്കാതെ നമ്മളിത് രണ്ടും ചേർത്തിട്ടുണ്ട്. ചെറിയ ഉള്ളി മാത്രം ചേർത്താൽ പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഇഡലിക്ക് നല്ല ഒരു കോമ്പിനേഷനാണ് കടലക്കറി. നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.